ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് റോസാപ്പൂവിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കമ്പി എങ്ങനെയെങ്കിലുമൊക്കെ വളച്ചെടുത്താൽ മതി. എന്നാലും 4 വാക്ക് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ടേപ്പ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒന്ന് ചുറ്റിച്ചെടുത്ത് ഇതേപോലാക്കി എടുക്കുക. അതിന് ഷേപ്പൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഇനി 4ആയിട്ട് മടക്കിയിട്ടിട്ട് പച്ച നമുക്ക് ലീഫിനാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് 4 ചുറ്റും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പറോ ചാർട്ട് പേപ്പറോ എന്താണെന്ന് വെച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനെ 2ആക്കിയും കട്ട് ചെയ്യുക. എന്നിട്ട് 4 സൈഡും ഒന്ന് ജസ്റ്റ് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ തന്നെ നമുക്കതൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇല്ലേ, 2 സൈഡുണ്ട്. ആ 2 സൈഡും നമുക്കൊന്ന് കത്രിക ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് ഈർക്കിലല്ലേ ധാരാളം, ഈർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല രീതിക്ക് അതിൻ്റെ സൈഡങ്ങ് ഷേപ്പായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് 4 സൈഡും മടക്കി കൊടുക്കേണ്ട കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് നമുക്ക് ലീഫ് കിട്ടും. ഇനി നമുക്കിങ്ങനെ ഒന്ന് ഇത് സ്റ്റിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. എങ്കിലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിന് കിട്ടത്തുള്ളൂ. ഒരു പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമ്മൾ മടക്കി തന്നെ അതിൻ്റെ പെറ്റൽസൊക്കെ നല്ല മടക്കി തന്നെ നമ്മൾ വരച്ച് കൊടുക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ എല്ലാ സൈഡും കൃത്യമായിട്ട് നമ്മൾ എത്തിക്കാൻ നോക്കുക. നല്ല റൗണ്ടിനായിട്ട് നമ്മൾ വെച്ചെടുക്കുക. എങ്കിലും മാത്രമേ നമുക്ക് കറക്റ്റ്. ഇതില്ലെങ്കിൽ നമ്മൾ 1-2 സൈഡ് മാത്രം ഇതിലായിപ്പോവും. ബാക്കിയുള്ള സൈഡിൽ നമുക്ക് ആ പെറ്റൽസ് ഇല്ലാത്ത അവസ്ഥയിപ്പോൾ. അതുകൊണ്ട് ആദ്യമേ വെക്കുമ്പോൾ എല്ലാ സൈഡിലും റൗണ്ട് ചെയ്തെത്താൻ പാകത്തിന് നമ്മളത് വെക്കാൻ ശ്രമിക്കുക. അതേപോലെ നന്നായിട്ട് മടക്കി വെക്കാനും ശ്രദ്ധിക്കാം. അടുത്ത് നമുക്കൊരു ഇല വെച്ചെടുത്താലോ. ഇലയിൽ ഗ്ലൂ വയ്ക്കുക, ഫെവിക്കോൾ വയ്ക്കുക, ഒട്ടിക്കുക. അപ്പുറവും ഒട്ടിക്കുക, ഇപ്പുറവും ഒട്ടിക്കുക. അതാ കാര്യം കഴിഞ്ഞു. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള റോസ് അതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ റോസ് നമുക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.